ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ ഭീകരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. ഇവർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. സിറിയയിൽ ക്രിസ്ത്യാനികളും തൊട്ടടുത്ത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മൗനം പാലിച്ചു. സിറിയയിൽ ക്രിസ്ത്യാനികൾ എത്രമാത്രം അനുഭവിച്ചു എന്ന് നമുക്കറിയുന്ന വസ്തുതയാണ്. ബംഗ്ലാദേശിൽ ഇന്നും അതിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടു. ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും ബലാത്കാരത്തിനിടയായി ഇരകളായി മാറി. കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു. തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ട മൃതദേഹങ്ങളെ നമ്മൾ കണ്ടതാണ്. ആ സമയത്തൊക്കെ പ്രിയങ്ക വാദ്രയ്ക്ക് മൗനമായിരുന്നു. ഇപ്പോൾ ഞെട്ടി ഉണർന്ന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായിരിക്കുന്നു. അയ്യോ, ഗാസയിലെ മനുഷ്യർ, അതെ, ഗാസയിൽ ആക്രമിക്കപ്പെടുന്ന പാവ മുസ്ലിങ്ങൾ, മുസ്ലിം സ്ത്രീകൾ, അവരുടെ കണ്ണീര്, മുസ്ലിം മാതാപിതാക്കൾ, അവരുടെ കണ്ണുനീര്, അനാഥരാക്കപ്പെടുന്ന മുസ്ലിം കുട്ടികൾ, അവരുടെ കണ്ണുനീര്, അനാഥകളാക്കപ്പെടുന്ന മുസ്ലിം ഇണകൾ സഹിക്കാൻ പറ്റുന്നില്ല. എതിർഭാഗത്താണെങ്കിലോ ജൂത ക്രൂരതയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയങ്കയ്ക്ക് ഭക്ഷണം ഉരുട്ടി വായിൽ വെച്ചിട്ട് ചവയ്ക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് താഴേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. കാരണം സഹജീവികളല്ല, നമ്മുടെ വർഗമാണല്ലോ ആ കരയിൽ. ശരി, ഗാസയിലെ വിഷയത്തിലെങ്കിലും പ്രതികരിച്ചല്ലോ, വളരെ സന്തോഷം. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയപ്പോൾ ഇതുപോലെയുള്ള പ്രസ്താവനകളൊന്നും നമ്മൾ ഇവരുടെ ഭാഗത്ത് നിന്ന് എവിടെയും കണ്ടില്ല. അവരുടെ ജീവന് യാതൊരു വിലയും ഇവർ കൽപ്പിച്ചതായിട്ട് നമുക്കറിവില്ല. ഇനി ഹമാസ് ഭീകരർ തന്നെ കൊന്ന ഇസ്രായേലികളുടെ ജീവൻ കണ്ടില്ല. അവിടെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം ഇവിടെ ആവർത്തിക്കുകയാണ്. പലസ്തീനിലെ മുസ്ലിങ്ങളുടെ ജീവന് മാത്രമേ ഇവർക്ക് വിലയുള്ളൂ. ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും. കാരണം ഒരു രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടി നേതാവ്, പാർട്ടി വക്താവ് ഏതാണ്ട് 100% ഇവരിനി അടുത്ത അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇതോടുകൂടി ക്രിസ്ത്യൻ സംഘടനയായ കാസയും പ്രിയങ്കയ്ക്കെതിരെ രംഗത്ത് വന്നു. സിറിയയിൽ ക്രിസ്ത്യാനികളുടെ സിറിയയില് തൊട്ടടുത്ത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കള് കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടുന്നില്ല. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ കടന്നു കയറി നിരപരാധികളായ വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ 1200 മുതൽ 1400 വരെ ആളുകളെ കൂട്ടക്കൊല നടത്തുകയും 257 പേരെ, ഇവരെ പോലെയുള്ള സ്ത്രീകളെ, ജീവിക്കാൻ അവകാശമുള്ള നിരപരാധികളും നിരായുധരും നിസ്സഹായരുമായിട്ടുള്ള സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്കാരം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത് അവരുടെ കുതികാല് വരെ മുറിച്ചെടുത്ത് അവരെ ബലാത്കാരം ചെയ്ത് അവരുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി തുപ്പി മൂത്രമൊഴിച്ച് ഏതൊക്കെ രൂപത്തിൽ അവരെ പീഡിപ്പിക്കാമോ ആ രൂപത്തിലൊക്കെ പീഡിപ്പിച്ചപ്പോഴൊക്കെ നമ്മുടെ പ്രിയങ്ക ഉറക്കത്തിലായിരുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രബുദ്ധ അടിമകൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വകയുണ്ട്. നമുക്കറിയാം നാഗ്പൂരില് ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പൊ നാഗ്പൂരിൽ നടന്ന വർഗീയ കലാപത്തില് തകർത്തത് തുളസിച്ചെടി വെച്ച വീടുകളും ഹിന്ദു ദേവതാ ചിത്രങ്ങൾ പതിച്ച വാഹനങ്ങളുമായിരുന്നു. എന്നാൽ നോമ്പ് കാലമാണ്, ഞങ്ങളുടെ പരിശുദ്ധ വ്രതത്തിന്റെ കാലഘട്ടമാണ്, പുണ്യത്തിന്റെ പൂക്കാലം എന്നറിയപ്പെടുന്ന പാപമോചനത്തിന്റെ നാളുകളായതുകൊണ്ട് തങ്ങൾ ഈ രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഈ മാസം നടത്തില്ല എന്നാണ് മുസ്ലിങ്ങളുടെ അവകാശവാദം. ഇത് പൊളിച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകയായ അർച്ചന തിവാരി. അതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അവര് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. നാഗ്പൂർ കലാപ സമയത്ത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ കാറുകൾ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് അർച്ചന ചോദിച്ചത്. റംസാൻ കാലത്ത് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇത് റമദാൻ മാസമല്ലേ എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ഇതിന് പിന്നാലെ മഷല്ല ബാബ എന്ന വ്യക്തി എഴുതിയിരിക്കുന്ന കാറും അർച്ചന ചൂണ്ടിക്കാണിക്കുന്നു. അതിന് ആ കാറിന് യാതൊരു കേടുപാടുമില്ലല്ലോ എന്ന് മുസ്ലിം യുവാവ് പറയുന്നു. അതിന് പിന്നാലെ മറ്റൊരു കാറും അർച്ചന കാണിക്കുന്നു. ഗണപതി വിഗ്രഹം സ്ഥാപിച്ച കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ടല്ലോ. അതായത് മുസ്ലിങ്ങളുടെ വാഹനങ്ങൾ, കടകൾ, അവരുടെ വീടുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരാരും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന് ഈ അക്രമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അക്രമത്തിന് നേതൃത്വം നൽകിയ ആളുകൾ, ആഹ്വാനം നൽകിയ ആളുകൾ
അതിന്റെ നേതൃനിരയിൽ നിന്ന് ഇതിനെ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നിയമക്കുരുക്കിൽ അകപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ രാഹുലിന് സംഭൽ കോടതിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ പോരാട്ടം RSSനോ BJPക്കോ എതിരെയല്ലെന്നും ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ് എന്നുമുള്ള വിവാദ പരാമർശത്തിലാണ് കോടതിയുടെ നടപടി വന്നത്. അതിൽ നിന്ന് തന്നെ ഇവരുടെ വിവരവും ബോധവും ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും എത്രയാണ് എന്ന് ഈ രാജ്യത്തോട് കൂറുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പ്രദേശവാസിയായ സിമ്രാൻ ഗുപ്ത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് കോടതി നോട്ടീസ് നൽകിയത്. ഏപ്രിൽ 4-ാം തീയതി കോടതിയിൽ ഹാജരാകാനാണ് നോട്ടീസിലെ നിർദ്ദേശം. നേരിട്ട് ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രേഖാമൂലം മറുപടി നൽകണമെന്നും പറയുന്നുണ്ട്. അഭിഭാഷകനായ സച്ചിൻ ഗോയലാണ് രാഹുലിന് നോട്ടീസ് നൽകിയ വിവരം മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. സിമ്രാന്റെ അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ആദ്യം CJM കോടതിയിലായിരുന്നു പരാതി നൽകിയിരുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു പരിധി ചൂണ്ടിക്കാണിച്ചിട്ടാണ് കോടതി ഇത് തള്ളിയത്. അതിന് പിന്നാലെയാണ് സംഭൽ ജില്ലാ കോടതിയെ സമീപിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജനുവരി 15-ാം തീയതിയായിരുന്നു കേസിന് ആധാരമായിട്ടുള്ള പരാമർശം രാഹുൽ നടത്തിയത്. പാർട്ടിയുടെ പുതിയ ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവന്റെ ഉദ്ഘാടനത്തിനിടയിൽ സംസാരിക്കുകയായിരുന്നു അയാൾ. ഇതിനിടയിൽ BJPയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഇതിനുമിടയിലാണ് തങ്ങളുടെ പോരാട്ടം രാജ്യത്തിനെതിരെയാണ് എന്ന് രാഹുൽ പറയുന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസ് നേതാവിനെതിരെ ഉയർന്നത്. ഇവരാണിപ്പോൾ സഹജീവി സ്നേഹവും പറഞ്ഞു മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവർക്ക് ഹമാസ്, ഗാസ, താലിബാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക വൈകാരികതയാണ്. ഹമാസ് സൈനിക ഇന്റലിജൻസ് തലവനായ ഒസാമ തബാഷ്, ഈ ഒസാമ തഷാബ് അയാളെ വധിച്ചതായിട്ട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടത്. ഇനി അയാൾക്കെതിരെയും അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ട് വരുമോ എന്നാണ് എന്റെ ചോദ്യം. ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇദ്ദേഹത്തിന്റെ പേരും ഫോട്ടോയും വെച്ചിട്ട് തന്നെയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഇന്റലിജൻസിനെ ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച ഒരു വ്യക്തിയാണ് ഇയാൾ ഒസാമ തഷാബ്. നിർണായകമായ പങ്കാണ് ഒക്ടോബർ 7-ന്റെ യുദ്ധത്തിൽ ഇയാൾ വഹിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇയാളുടെ തലയെടുത്തു എന്ന്. വർഷങ്ങളായി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഒസാമ. ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇയാൾ പ്രവർത്തിച്ചിരുന്നു. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ ഉൾപ്പെടെ ഹമാസിന്റെ ഗൂഢാലോചനയിൽ ഒസാമയ്ക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ. ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തെ കുറിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ ഇയാൾ ശേഖരിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗാസയിൽ നടന്ന ആക്രമണത്തിൽ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി തകർന്നിട്ടുണ്ടായിരുന്നു. 17 മാസക്കാലം ഇസ്രായേൽ സൈനികരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ ആശുപത്രി. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവ സമയത്ത് ഹമാസ് ഭീകരൻ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്.